29ാമത് മലയാളം സൂം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് മനുഷ്യര് തമ്മിലുള്ള ബന്ധത്തിലുള്ള ചില പാകപ്പിഴകൾ, ദൈവഹിതമല്ലാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അത് നമ്മളെ ദൈവത്തിന്റെ വലിയ കൽപ്പന അനുസരിക്കാനായിട്ട് നമുക്ക് തടസ്സമായിട്ട്, അതായത് ദൈവത്തെ സ്നേഹിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇവയ്ക്ക് മൂന്നിനും തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ ബന്ധങ്ങളിൽ വരുന്ന ചില പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അകത്ത് എന്നുള്ള വിഷയം കണ്ടു. എന്നാൽ ഇപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് നമ്മള് സബ്മിഷൻ ടു ദ അതോറിറ്റീസ് എന്ന വിഷയം കാണുകയാണ്. നമ്മുടെ അധികാരികൾക്ക് നാം എങ്ങനെ കീഴ്വഴങ്ങി ഇരിക്കണം എന്നുള്ള വിഷയം കാണുക. നമ്മുടെ അധികാരികള് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരികൾ. നമ്മൾ 3 കൂട്ടരെ കണ്ടു. മാതാപിതാക്കളെ കണ്ടു, ഭർത്താക്കന്മാരെ കണ്ടു, ഗവൺമെന്റ് അതോറിറ്റീസ് കണ്ടു. പക്ഷെ ഞാൻ ആ ഗവൺമെന്റ് അതോറിറ്റീസിൽ നിന്ന് തന്നെ നമ്മളെ അവസാനം കണ്ട സ്റ്റൈലിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം അത് പൂർത്തിയായിട്ട്, അതുകൊണ്ട് ഒന്നുകൂടെ അത് റിമൈൻഡ് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ അതിന്റെ 2ാമത്തെ വാക്യം, 1 പത്രോസ് 2:18 വാക്യം. അപ്പൊ ഞാൻ ഇന്നലെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഗവൺമെന്റിലെ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ടീച്ചേഴ്സ്, അങ്ങനെയുള്ള എല്ലാ അധികാരികളും അതിൻ്റെ അകത്ത് വരും. ഗവൺമെന്റ് മാത്രമല്ല, ടീച്ചേഴ്സ് തൊട്ടുള്ള പല അധികാരികളും അതിൻ്റെ അകത്ത് വരും. സോ അവിടെ 18ാമത്തെ വാക്യം 1 പത്രോസ് 2:18 പറയുന്നു, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് കീഴ്വഴങ്ങി. നമ്മള് അധികാരത്തെ നോക്കാൻ നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. അവർ ആര് തന്നെയാണെങ്കിലും, എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും, ശാന്തരായിരിക്കുകയില്ല, നല്ലവരായിരിക്കുകയില്ല, മൂർഖന്മാരായിരിക്കണം. പക്ഷെ അവർക്കും പൂർണ്ണ ഹൃദയത്തോടെ കീഴ്വഴങ്ങിയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ഒരു ഉദാഹരണം കാണുകയാണ്. നമ്മളെ എല്ലാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഉദാഹരണം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ഉദാഹരണം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ യേശുവിനെ നമുക്കൊന്ന് പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 17:24 മുതൽ 27 വരെയുള്ളതാണ്. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 17:24 മുതൽ 27 വരെയുള്ളതാണ്. യേശു അവിടെ നികുതി കൊടുക്കുന്നു. മാത്രമല്ല, നികുതി കൊടുക്കാനായിട്ട് പത്രോസിനെ പ്രേരിപ്പിക്കുന്നു. യേശു പത്രോസിനോട് ചോദിക്കുന്നു, ആരാ നികുതി കൊടുക്കേണ്ടത്? രാജ്യത്തിന്റെ മക്കളാണോ അതോ അന്യരാണോ കൊടുക്കേണ്ടത്? അപ്പൊ അവിടുത്തെ നിയമപ്രകാരം അന്യരാണ് ഈ നികുതി. പക്ഷെ കർത്താവ് പറയുന്ന ഒരു മറുപടി നമുക്ക് മനസ്സിലാവും. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മീൻ പിടിച്ച് മീന്റെ വായിൽ നിന്ന് പണമെടുത്ത് 2 പേർക്കും വേണ്ടി, യേശുവിന് വേണ്ടിയും പത്രോസിന് വേണ്ടിയും നികുതി കൊടുക്കാൻ പറയുന്നു. നോക്കിയ അവിടെ ചെയ്യുന്നത്, ഗവൺമെന്റ് ചെയ്യുന്നത്, അധികാരികൾ ചെയ്യുന്നത് തെറ്റാണ്. അവിടുത്തെ നിയമപ്രകാരം അത് തെറ്റാണ് ചെയ്യുന്നത്, ന്യായമായിട്ടുള്ളതല്ല. പക്ഷേ അവിടെ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ അവിടെ അനുസരിക്കാനാണ് പഠിക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ, ഡെയിലി ലൈഫില് നമ്മൾക്ക് ഏതെല്ലാം അധികാരത്തോടുള്ള ബന്ധമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് കാണും, ടെലിഫോണിന്റെ കാണും, അങ്ങനെ ഏതെല്ലാം ഗവൺമെന്റ് എല്ലാം ഉണ്ടല്ലോ. പക്ഷെ അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതാണ് പ്രധാനം. നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിക്കുന്നവരായി.
നമ്മൾ അനുസരിക്കുന്നത് ഗവൺമെന്റ് അതോറിറ്റിയെ അനുസരിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുമ്പോൾ അത് ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. 4-ാമത്തെ അധികാരിയെ നമ്മൾ കാണാൻ പോവാണ്, ആത്മീക അധികാരി. എബ്രായർ 13:17. എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴ്വഴങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. നിങ്ങളുടെ ആത്മീക അധികാരിയെ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഭാഗത്ത്, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. നമ്മുടെ ആത്മീക അധികാരി നമ്മൾക്ക് വേണ്ടി ജാഗരിക്കുന്നവർ, അവർ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടയാകട്ടെ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും എല്ലാം തന്നെ അത് നിങ്ങൾക്ക് നന്നല്ല എന്ന് വചനം പറയും. ഒരു ഉദാഹരണം നമുക്ക് കാണാം, ഒന്നല്ല പല ഉദാഹരണങ്ങളുണ്ട്. യോശുവ എത്രത്തോളം മോശയ്ക്ക് കീഴ്പ്പെട്ടു അല്ലെ? മോശയുടെ യഥാർത്ഥ പിൻഗാമിയായിട്ട് അവൻ. അതുപോലെ തന്നെയായിരുന്നു യേശു ദൈവത്തിന്, യേശുവിന്റെ ആത്മീയ അധികാരിയായ ദൈവത്തിന് കീഴ്പ്പെട്ടുന്നത്. ഫിലിപ്പിയർ 2:8 അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം. ആ പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിച്ചു, അനുസരണമുള്ളവനായിരുന്നു. എബ്രായർ 10:9 പറയുന്നുണ്ട്, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? നശിച്ചു പോകുന്ന തന്റെ മക്കളെ വീണ്ടെടുക്കുക. അതിനുവേണ്ടി ആത്മീകവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള വേദനകൾ അനുഭവിക്കണം, തകർച്ചകൾ അനുഭവിക്കണം, സഹിക്കാൻ മേലാത്ത വേദന അനുഭവിക്കണം. പക്ഷേ ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരും. ആ ആത്മീക അധികാരിയുടെ, ദൈവത്തിന്റെ പിതാവിന്റെ ഇഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്ത ഒരു പുത്രൻ. ഫിലിപ്പിയർ 2:9 പറയുന്ന, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം. അത് യേശുവിന് തന്നെ. പക്ഷെ നമ്മുടെ കാര്യത്തിലോ, നമ്മളുടെ അധികാരികൾ, ആത്മീക അധികാരികൾ മാത്രമല്ല, ഏത് അധികാരിയെയും നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ അനുഗ്രഹം ധാരാളമായിട്ട് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെ തടസ്സം അവിടെ മാറിക്കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മള് ഇപ്പോൾ റോമക്കെഴുതിയ ലേഖനം 13:1-2 എല്ലാ അധികാരങ്ങളെ പറ്റി ഉള്ള ഒറ്റ കാര്യം, 4 അധികാരികളെയും വെച്ചുകൊണ്ട് നമുക്കിത് പറയണം. എല്ലാ മനുഷ്യരും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്വഴങ്ങട്ടെ, വിധേയപ്പെടട്ടെ. ഇനിയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ദൈവത്താലല്ലാതെ ഒരു അധികാരം, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ അപ്പനെ അമ്മയും നിങ്ങളല്ല, അപ്പനോ അമ്മയും നിങ്ങളെയും ചൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ അപ്പനെ അമ്മയും ചൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരം. അതുപോലെ തന്നെ ഒരു വിവാഹം അത് ആക്സിഡന്റൽ അല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും അവരെ ആക്കിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഗവൺമെന്റ് ആണ്. ആകയാൽ
അധികാരത്തോട് മറുക്കുന്നവൻ ദൈവത്തോട് മറുക്കുന്നു. അത് ആത്മീയ അധികാരിയാണേലും ഗവൺമെന്റ് ആണേലും മാതാപിതാക്കളാണേലും ഭർത്താവാണേലും നിങ്ങൾ അവരോട് മറുക്കുന്നുണ്ട് എങ്കിൽ ദൈവത്തോടാണ് അത് ചെയ്യുന്നത്. അത് നമ്മൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ ശരിയായ വിധത്തിൽ കണ്ടു. അവർ കുറുകുറുക്കുന്നത് മോശയോടായിരിക്കാം, അഹറോനോടായിരിക്കാം, പക്ഷെ ദൈവം അത് ദൈവത്തോട് കുറുകുറുക്കുന്നതായിട്ടാണ് കേട്ടത്. ദൈവത്തിന്റെ മനോഭാവം അതാണ്. മറക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും. അവിടെ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതല് ഒരു അധികാരത്തിനോട് എതിർക്കുമ്പോൾ രണ്ടാമതൊന്ന് ചിന്തിക്കണം. അല്ല, നിങ്ങൾ അവിടുന്ന് തിരിച്ചൊരു വരവുണ്ടാകണം. നമ്മൾ ദാവീദിനെ ഒന്ന് കാണാൻ പോയി, ദാവീദിന്റെ ജീവിതകാലം ഒന്ന് കാണാൻ പറ്റുകയാണ്. ഏതെല്ലാം അധികാരത്തെ അവന് കീഴ്പ്പെട്ടു നിന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ബാല്യത്തില് മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങിയിരുന്നു. ബാലനായിരുന്നപ്പോൾ തന്നെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി കാട്ടിപ്പോയി. അവന് പറയായിരുന്നല്ലോ, അവന് മൂത്ത 7 സഹോദരങ്ങളുണ്ടായിരുന്നു. അവരെ ആരെങ്കിലും വിട്ടാൽ മതി, ഞാൻ പോകുന്നില്ല എന്നവൻ പറഞ്ഞില്ലല്ലോ. അവൻ പോയി. മാതാപിതാക്കളുടെ ഹിതം കണ്ട് അറിഞ്ഞ് അവൻ ചെയ്തു. അതിന്റെ ഗുണം എന്തുവായിരുന്നു? ഫലം എന്തുവാ? കൊടുങ്കാട്ടില് വന്യമൃഗങ്ങളോട് ജീവിച്ച് ഭയമില്ലാത്തവനായി തീർന്നു. മാത്രമല്ല, അവിടെ വെച്ച് ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അല്ലെ, സിംഹത്തിന്റെ കൂടെയും കരടിയുടെ കൂടെയൊക്കെ കുസ്തി പിടിച്ചപ്പോ അവൻ ദൈവത്തെ തിരിച്ചറിയുകയാണ്. ആ ഏകാന്തതയില്, ആ കാടിന്റെ ഏകാന്തതയില് അവൻ സങ്കീർത്തനങ്ങളുണ്ട്. ദൈവത്തെ സ്തുതിച്ചു പാടി. ഇന്നും നമുക്ക് ബലമായിട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങൾ അന്ന് കൊടുങ്കാട്ടിൽ വെച്ച് സൃഷ്ടിക്കപ്പെട്ടതായിരിക്കണം. ഈ യൗവനത്തിലോ യജമാനായ ശൗൽ രാജാവിന് പൂർണ്ണമായിട്ട് അനുസരണമുള്ളവനായിട്ട് അവന്റെ കൂടെ നിന്നു. ശൗൽ രാജാവ് അവനെ ഉപദ്രവിക്കാൻ വന്നു, കൊല്ലാൻ വന്നു. പക്ഷെ അവൻ ശൗൽ രാജാവിൽ നിന്ന് ഒളിച്ചതല്ലാതെ തിരിഞ്ഞു നിന്ന് ശൗലിനോട് എതിർത്തിട്ടില്ല. അവന്റെ മുമ്പിൽ ദൈവം ശൗൽ രാജാവിനെ ഇട്ടുകൊടുത്തു. അന്നേരം പോലും ദൈവത്തിന്റെ അഭിഷേകത്തിന് ഞാൻ തൊടുകയില്ല എന്നുള്ള ആ പൂർണ്ണമായിട്ടുള്ള ആ വചനത്തോടുള്ള ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിച്ച് അവൻ ശൗൽ രാജാവിനെ തൊട്ടില്ല. അവനെ അന്ന് എന്തും ചെയ്യാം, പക്ഷെ അവൻ തൊട്ടില്ല. സോ അവൻ ശൗൽ രാജാവിനോട് obedience ഉള്ളവനായിട്ട്. ഇനി അതിന്റെ ഫലം എന്തുവാ? സങ്കീർത്തനങ്ങൾ. ആ സമയത്തും അവന്റെ എത്രയോ സങ്കീർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ദൈവം അവന് സാക്ഷ്യം പറഞ്ഞു, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ. ദൈവമാണ് അവന് സാക്ഷ്യം പറഞ്ഞത്, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന്. ജീവിതകാലം മുഴുവൻ അവന് ദൈവത്തോടുള്ള അവൻ എവിടെയായിരുന്നപ്പോൾ അപ്പനോട് ശൈശവം തൊട്ട് വാർദ്ധക്യം വരെ അവന്റെ കയ്യിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പാപം വന്നിട്ടുണ്ട്, കൊടിയ പാപം വന്നിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങനെ അനുഭവിച്ചു. എന്തുകൊണ്ട്? ദൈവവുമായിട്ട് ആ ഒരു ബന്ധമുണ്ടായിരുന്നു. അവന്റെ വിളക്ക് കെട്ടുപോയിട്ടില്ലായിരുന്നു, അവന്റെ ഹൃദയം മന്നിച്ചു പോയിട്ടില്ലായിരുന്നു. കാരണം അവന് അധികാരത്തോടുള്ള അവന്റെ മനോഭാവം. ഇനി ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാ ആത്മീക അധികാരികൾക്കും വിധേയപ്പെടണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മീക വളർച്ചയിൽ മാത്രം അധികാരികളോട് വിധേയപ്പെടേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ യേശുവിനെ പിൻചെല്ലണ്ട, അവനെ മറക്കുക എന്ന് പറയുമ്പോൾ അത് മാത്രം അനുവദിക്കാൻ ഒക്കത്തില്ല. എന്നോട് എന്റെ ഭർത്താവ് ആദ്യകാലത്ത്
ഞാൻ കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ ആ സന്നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും എനിക്ക് വ്യത്യാസമാണ്. എന്റെ ജീവിതം ഒരു അടുക്കും ചിട്ടയും ഉള്ളതായി മാറി. അന്ന് ഞാൻ എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് എനിക്ക് എൻജോയ് ചെയ്യാൻ മേലാതായി. അപ്പൊ അത് എന്റെ ഭർത്താവിനെ ബാധിച്ചു. ഭർത്താവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നീ പ്രാർത്ഥനയും ഇതുമായിട്ടൊന്നും ഇരുന്നാലൊക്കത്തില്ല, വേണ്ട. ഇന്ന് ഞാൻ പറഞ്ഞു, അത് മാത്രം പറയാനൊക്കെ, ബാക്കിയെല്ലാം ഞാൻ അനുസരിക്കാം, എന്തും ഞാൻ അനുസരിക്കാം. പക്ഷെ ഇത് എന്റെ ആത്മാവിന്റെ കാര്യം, എന്റെ നിത്യജീവന്റെ കാര്യമാണ്. അതേ തൊട്ട് കളിക്കാൻ മാത്രം ഞാൻ എത്തും. അന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ എന്തോ ദൈവം അവിടെ പ്രവർത്തിച്ചു. ഇന്ന് വരെയും പിന്നെ അത് സംസാരിച്ചിട്ടില്ല. സോ ഇത് നിങ്ങളുടെ ആത്മാവിന്റെ കാര്യമാണ്, നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ അധികാരികളോട് അവരുടെ ഇതിന് സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. രക്ഷ വ്യക്തിപരമാണ്, അതൊന്നും നിങ്ങൾ ഓർത്തോണം. ഇനി ദൈവത്തിന്റെ ശരി, ദൈവത്തിന് നിങ്ങളായിരിക്കാൻ ശരി, പ്രതിഷേധിക്കാനുള്ള എല്ലാ ശരി നിങ്ങൾക്കുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരൊറ്റ ശരി മാത്രമേ, വചനത്തോടുള്ള നിങ്ങളുടെ മനോ. ദൈവം ശരിയല്ല കാണുന്നത്. നിങ്ങളും മറ്റേ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നത്തിനകത്ത് ആ വ്യക്തി തെറ്റായിരിക്കാം, തെറ്റാണ്. നിങ്ങൾ 100% ശരിയായിരിക്കാം. നിങ്ങളുടെ അധികാരി പറഞ്ഞത് തെറ്റാണ്. ആ അധികാരി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന തെറ്റായിരിക്കാം. നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കേണ്ടത് തെറ്റായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്ന കാര്യമല്ല ഞാനീ പറയും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ദൈവം നിങ്ങളുടെ മനോഭാവത്തെ കാണും. ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞാല്, ഞാൻ കർത്താവിന്റെ അടുത്ത് വന്നു. ഈ തത്വം ഞാൻ പഠിച്ചു. ഞാൻ കർത്താവിനോട് കൃപ ചോദിച്ചു. ഞാൻ ഇതെല്ലാം നിങ്ങളോട് ഇന്നലെ പറഞ്ഞതാണ്. അനുസരിക്കാനുള്ള കൃപ ഞാൻ ചോദിച്ചു. അങ്ങനെ ഞാൻ അനുസരണത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴൊക്കെ എന്റെ ഭർത്താവ് പറയുമായിരുന്നു, നീ തീരുമാനിച്ചോ എന്ന് പറയപ്പോ ഞാൻ പറയും, വേണ്ട, തീരുമാനിച്ചു ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ചെയ്തോളാം. അങ്ങനെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആ ട്രാക്കിലൊക്കെ വീണു. ഭർത്താവാകാനും ഭാര്യയാകാനും ഞങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളൊരു പാസ്റ്ററിന്റെ കല്യാണമാണ്. കുറച്ച് ദൂരെയാണ്. ഒരു 3 മണിക്കൂർ, തോന്നുന്നു 3 മണിക്കൂറോളം ബസ്സിലിരുന്ന് വേണം പോകാനായിട്ട്. അപ്പം അദ്ദേഹത്തിന്റെ കല്യാണം വന്നപ്പോ അദ്ദേഹത്തെ എന്റെ ഭർത്താവിന് നല്ലപോലെ അറിയാം. ഞാൻ പറഞ്ഞു, ആ പാസ്റ്ററുടെ കല്യാണമാണെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ പൊക്കോട്ടെന്ന് ചോദിച്ചു. പൊക്കോളാൻ പറഞ്ഞു. എങ്ങനെ പോവും, ആരുടെ കൂടെ പോവും, അതെല്ലാം ഞാൻ പറഞ്ഞു. കല്യാണത്തിന്റെ തലേ ദിവസമായപ്പോ ഞാൻ പറഞ്ഞു, നാളെ രാവിലെ എന്നത് ബസ് സ്റ്റാൻഡിലോട്ട് പോകണേ. എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞില്ലായിരുന്ന പാസ്റ്ററിന്റെ കല്യാണം എനിക്ക് അറ്റൻഡ് ചെയ്യണം, നീ പോകണ്ട. സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ ഒരിക്കലും പറയരുത്, നീ പോകണ്ടെന്ന് പറയും. സാധാരണഗതി പറയുന്നത്, ഞാൻ പറയുന്നത് നീ പോകണ്ടെന്ന്. പിന്നെ നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പോകും, ഞാൻ പോകും. അതായിരുന്നു ഇന്ന് വരെയുള്ള പതിവ്. പക്ഷെ അന്ന് എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്നു നീ പോകണ്ട. അപ്പൊ ഞാൻ ഷോക്ക്ഡായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ നീ പോകും. എന്റെ മനസ്സില് ആ ഒരൊറ്റ നിമിഷം, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എതിർപ്പ് വന്നു. പക്ഷെ അന്നേരം എനിക്ക് ദൈവാത്മാവ് ഓർമ്മ തന്നു, അല്ലെങ്കിൽ വചനം തന്നു. ഞാൻ അതിനെ ജയിച്ചു. ഞാൻ മാറി നിന്ന് ബെഡ്റൂമിൽ കയറി കഥ അടച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുന്നില്ല എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങ് തീരുമാനിച്ചു. നിമിഷ നേരം കൊണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആനന്ദം എന്ന് പറയുന്നത് ഞാൻ അന്ന് അനുഭവിക്കുന്നു. ദൈവത്തിന്റെ ആനന്ദ തൈലം, ദ ജോയ് ഓഫ് ദ ലോർഡ്. സന്തോഷമല്ല ഞാൻ പറയുന്നത്, ആനന്ദം.
ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു. എനിക്ക് തുള്ളി ആടണോ അലയ്ക്കണോ എനിക്ക് അറിയാൻ മേല, അതുപോലത്തെ ഒരു അനുഭവം. അപ്പൊ ഞാൻ പറയും അത് ദൈവത്തിന്റെ ഒരു കോമ്പൻസേഷൻ ആയിരുന്നു. ഞാൻ ദൈവത്തെ അനുസരിച്ച്, എന്റെ വചനം അനുസരിച്ചതിന് ദൈവം എനിക്ക് തന്ന ഒരു സമ്മാനം. അതങ്ങനെ അങ്ങ് വിഷയം കഴിഞ്ഞു. അടുത്തത് ഞാൻ കൗൺസിൽ ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം ഉറക്കും. അത് എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു അതിന് ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു. സമയമായപ്പോ ഇതുപോലെ എന്നോട് തലേദിവസമായപ്പോ എന്നോട് പറഞ്ഞു, അല്ല 2-3 ദിവസം മുമ്പേ പോകണ്ട എന്നുള്ള മട്ടിൽ ഞാൻ അതേപ്പറ്റി അങ്ങ് മറന്നുപോയി. തലേ ദിവസം എന്നോട് ചോദിച്ചു, നീ നാളെ പോകാനായിട്ട് ടാക്സി ഒക്കെ ബുക്ക് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട്, ഞാൻ എവിടെ പോകുന്നു? ഇല്ല, നിനക്ക് കല്യാണത്തിന് വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ, നിന്റെ വല്ലോടെ കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനാണോ ടാക്സി ബുക്ക്? അന്ന് ദൈവം അവിടെ ഇല്ല, ഒരു ശരിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നില്ല അങ്ങനെ അധികമായിട്ട് എനിക്ക് എതിരായിട്ട്. എപ്പോഴും ഞാൻ അനുസരിക്കും തോറും ദൈവത്തിന്റെ ഫേവർ ഞാൻ എന്റെ ഭർത്താവിൽ കൂടെ അനുഭവിക്കുവാൻ. ദൈവത്തിന്റെ ഫേവർ ഞാൻ ഭർത്താവിൽ കൂടെ മാത്രമല്ല, ഞാൻ മറ്റു പലരെ കൂടെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് എന്റെ ഭർത്താവിൽ കൂടെ അനുഭവിക്കാൻ തുടങ്ങി. സോ അവിടെ നമ്മളായിരിക്കാം ശരി, പക്ഷെ അതൊന്നും ദൈവത്തിന് വേണം. ശരിയോ തെറ്റോ അല്ല ദൈവത്തിന്റെ വിഷയം, വചനത്തോടുള്ള നമ്മുടെ മനോഭാവം. നമ്മൾ വചനത്തെ അനുസരിച്ച് അധികാരത്തെ അനുസരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ദൈവത്തിന്റെ. ഇത് ഞാൻ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. 7 സുവിശേഷം 7:22-23. പക്ഷെ ഈ ഭാഗത്തും നല്ലതുപോലെ ചേർത്ത് പോകുന്ന ഒരു കാര്യം, ക്ഷമിക്കുന്ന കാര്യവും പിരിക്കാതിരിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞ് വന്നതിന് ശേഷം അത് കഴിയുമ്പോൾ നിന്റെ കണ്ണിലെ പോലെ എടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കാൻ എന്നുള്ള ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് പറയുകയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ ഇന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിയില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും തീർത്തും പറയും. നമ്മുടെ വചനത്തോടുള്ള അനുസരണം, നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്തു എന്ന്. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ്. ക്വാണ്ടിറ്റി പ്രധാനമാണ്, പക്ഷെ ക്വാളിറ്റിയാണ് ഏറ്റവും വലുത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വചനത്തോടുള്ള അനുസരണം നമ്മുടെ ജീവിതത്തിൽ, മാതാപിതാക്കളെ അനുസരിക്കുന്നത്, കരുതുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. അല്ല, ഇനി അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ക്ഷമ ചോദിക്കുക. ഭാര്യ ഭർത്താവുമായിട്ട് ആ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ, നിങ്ങളുടെ തീരുമാനത്തെ പറഞ്ഞാൽ ദൈവം അതനുസരിച്ച് നിങ്ങളെ മാറ്റി, സാഹചര്യങ്ങളെ ദൈവം നിങ്ങളുടെ അനുസരണത്തിൽ കൂടും. എല്ലാം പോസിറ്റീവ് ആക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളെ അവിടെ ജയാളിയാക്കി പോകാനായിട്ട് സാധിക്കും. യഥാർത്ഥ വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വിധേയത്വം എന്ന് പറയുന്നത്, എത്രയും പഠിപ്പിച്ചതിന്റെ സാരാംശത്തിലേക്ക് നമ്മൾ വരികയാണ്. മറ്റൊരുവന്റെ ഹിതത്തിന് കീഴെ ആയിരിക്കാനുള്ള സ്വമനസ്സാലെ ഉള്ളത്.
ആരും നിർബന്ധിച്ചിട്ടല്ല. പക്ഷെ വചനം പറയും. മത്തായിയുടെ സുവിശേഷം 23:1-2 വാക്യങ്ങളിലെ ക്രിസ്തു പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യുന്നതാണ്. ഇപ്പൊ ക്രിസ്തു പത്രോസിനോട് പറഞ്ഞ പോലെ അവർ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ നമ്മളത് നോക്കേണ്ട കാര്യമില്ല. അവര് പറയുന്നത് അനുസരിക്കുക. മോശയുടെ പീഠത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊക്കെയും പ്രമാണം. നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അതെത്ര അന്യായമാണെന്ന് തോന്നിയാലും, ദേശത്തിന്റെ നിയമങ്ങൾ അതെന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിയാലും, പക്ഷെ അതിനനുസരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. ഞാനൊരു മൾട്ടി സ്റ്റോറിയൽ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. ഒരു സമയത്ത് ഇവിടുത്തെ അസോസിയേഷൻ ഒരു നിയമം വെച്ചു. നമ്മുടെ സഹായിക്കാൻ വരുന്ന ഹൗസ് ഹെൽപ്പേഴ്സ്, നമ്മുടെ ജോലിക്ക് സഹായിക്കാൻ വരുന്ന ജോലിക്കാര്, നമ്മുടെ വീട്ടിലെ സഹായത്തിന് വരുന്ന സ്ത്രീകളൊക്കെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന ആ ലിഫ്റ്റ് കയറാൻ പാടില്ല. സർവീസ് ലിഫ്റ്റ് വേണം. അതായത് സാധനങ്ങളെല്ലാം കൂടി ലിഫ്റ്റില് കയറണം. അപ്പൊ എനിക്ക് സഹിക്കാൻ മേലാതെ പോകും. കാരണം എന്റെ കൂടെ ഉള്ളത് 10-30 വർഷമായ ഒരു സ്ത്രീയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ പോലാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ പെരുമാറുന്ന ആ സ്ത്രീ, അവര് വന്ന് എന്റെ അടുത്ത് ചോദിച്ചു, ആന്റി നിങ്ങൾ എന്നെ ഇങ്ങനെയാണ്. അത് കേൾക്കുമ്പോ എനിക്കങ്ങ് വലിയ പ്രയാസമായിരുന്നു. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനല്ല. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മേലോട്ട് പോകുമ്പോ എന്നെ അവിടുന്ന് ഗേറ്റിന്റെ അവിടുന്ന് വിളിച്ചാൽ മതി, ഞാൻ താഴെ വന്ന് നിൽക്കാം, ലിഫ്റ്റിൽ എന്റെ കൂടെ കയറി പോരാ. തിരിച്ചു പോകുമ്പോൾ ഞാൻ താഴോട്ട് കൊണ്ടുവന്ന് ഇറക്കി വിടാം. ഏത് ഈ നിയമത്തിനെതിരായിട്ട് ഞാൻ ആലോചിച്ചു, പറഞ്ഞു, ഒരു പ്രാവശ്യം പ്രവർത്തിച്ചു. അത് കഴിഞ്ഞപ്പോ ദൈവമേ ഞാൻ എന്താ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ആ നിയമം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കുകയാണ്. പുള്ളിക്കാരിയും ഒരു വിശ്വാസിയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി, അവർക്കും മനസ്സിലാക്കി. പക്ഷെ ഗ്രാജുവലായിട്ട് എല്ലാവരുടെയും എതിർപ്പ് കാരണം ആ നിയമം അങ്ങ് മാറിപ്പോവുകയും ചെയ്തു. ഓക്കെ, പക്ഷെ നമ്മുടെ മനസ്സിൽ എതിർപ്പ് വരും. ചിലപ്പം പ്രവർത്തിച്ചെന്നും ഇരിക്കും. സാരമില്ല, ഒരു സോറി ദൈവം സന്നിധിച്ചത് കർത്താവെ ആ ഹൃദയപൂർവ്വമുള്ള ക്ഷമ ചോദിച്ചു കഴിയും. അവന്റെ രക്തത്താൽ നമ്മളെ കഴുകി അവൻ ശുദ്ധീകരിച്ച് നമ്മളെ പുതു വ്യക്തികളാണ്. നമുക്ക് അനുസരിക്കാനുള്ള കൃപയും നമുക്ക് അതിന്റെ ചുരുക്കം ഒന്ന് കാണാം. ചുരുക്കം ദൈവവചനത്തോടുള്ള അനുസരണവും നിങ്ങളുടെ ഹിതത്തിന് എതിരായിരിക്കാം. ആയതിനാൽ അനുസരണ ഒരു തിരഞ്ഞെടുപ്പ്. യു ഹാവ് ടു ചൂസ് ടു ഒബേ. അതൊരു ഡിസിഷനാണ്, തീരുമാനം. അതൊരു തീരുമാനമാണ്. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള. അതെ, യേശുവിനെ ഒന്നുകൂടെ കാണാം. യോഹന്നാന്റെ സുവിശേഷം 12:49-50 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12:49-50 വാക്യം. ഞാൻ സ്വയമായിട്ട് സംസാരിച്ചിട്ടില്ല. എത്ര ഒരു നിശ്ചയത്തോടു കൂടിയാണ് പറയുന്നത്. എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അവൻ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഞാൻ സംസാരിക്കുന്ന പിതാവ് എന്നെ അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കും. നോക്കിക്കേ, ആ ഇടയ്ക്കുള്ള ഒരു ഭാഗം ഒന്ന് നോക്കി. അവന്റെ കൽപ്പന നിത്യജീവൻ എന്ന് അറിയുന്നു. ക്രിസ്തു പറയാ, അവൻ അറിയാ ആ കൽപ്പനകളെല്ലാം നിത്യജീവനാണെന്ന്. അപ്പൊ നമുക്കും അത് തന്നെയല്ലേ. അവന്റെ കൽപ്പനകളെല്ലാം തന്നെ നിത്യജീവനാ. ആ നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നതാ. തേജസ്സിന്റെ മേൽ
തേജസ് പ്രാപിച്ച് അവനെ പോലാകാനായിട്ടുള്ള ആ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ് അവന്റെ കൽപ്പനകൾ. സോ ഇത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം മാത്രമല്ല, ഇതിന്റെ അനന്തര ഫലം നമ്മൾ നിത്യജീവിതത്തിലേക്കുള്ളതാണ്. നമ്മൾ ഇന്ന് ഗവൺമെന്റിന്റെ ഒരു നമുക്കിഷ്ടമില്ലാത്ത, നമുക്ക് തെറ്റെന്നറിയാവുന്ന ഒരു 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 നിയമം കൊണ്ടുവന്നിരിക്കട്ടെ. ഇപ്പൊ എന്താ എന്തുവാ പ്രസിനെല്ലാം എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന് എതിരായിട്ട് ഇന്നലെ ഒരു ഗവർണർ ഒരു ഒപ്പിടുകയൊക്കെ ചെയ്തല്ലോ. എന്തോ ഒരു നിയമം വരുന്നു, നമുക്ക് അങ്ങനെ ഓപ്പണായിട്ടൊന്നും സംസാരിക്കാൻ മേലാതെ, പ്രത്യേകിച്ച് നമ്മുടെ ചാനൽസിനൊന്നും അങ്ങനെ വലിയ കുറ്റാരോപണങ്ങളൊന്നും നടത്താൻ മേലാത്തത് പോലെ അങ്ങനത്തെ എന്തോ ഒരു നിയമം വരും. സോ അത് തെറ്റാണ് എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ഐ ചൂസ് ടു ഒബേ, ദാറ്റ് ഇസ് മൈ ഡിസിഷൻ. കാരണം ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ഈ കേരള ഗവൺമെന്റിനെ അനുസരിക്കുന്നത് മാത്രമല്ല, എന്റെ നിത്യജീവനെ ബാധിക്കുന്നതാണ്. എന്റെ നിത്യജീവിതത്തിന് ഒരു 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 സ്റ്റെപ്പ് എന്റെ മുമ്പിലോട്ട് നടത്തുന്നതാണിത്. ആ തേജസ്സിനെ, എന്നിലുള്ള തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണത്. ഞാൻ അതിനെതിരെ നിൽക്കുന്നു. എനിക്ക് എതിരാണെന്ന് അറിയാമെങ്കിലും അത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അതിനെ അനുസരിക്കും. ഇനിയും ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 5:30. അവിടെ ക്രിസ്തു എല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ അയച്ചവന്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നതും കൊണ്ട്. അവന് ഇച്ഛ അതാണ്. നമുക്ക് എത്ര പേർക്ക് അത് പറയാനോ? ഞാൻ ചിന്തിക്കുന്നത്, പറയുന്നത്, ചെയ്യുന്നത് എല്ലാം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചവന്റെ ഹിതമാണ്. എന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരമല്ല, ഞാൻ ആത്മാവിലല്ലാതെ നടന്നിട്ടില്ല. അതിനാണ് ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത്. വാക്കിംഗ് ഇൻ ദി സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. സോ എന്റെ ചിന്തകള് അത് ആത്മാവിന്റെ നിയോഗം അല്ലെങ്കിൽ ഗൈഡൻസ് അനുസരിച്ചാണ്. തെറ്റിപ്പോയാൽ അവൻ എനിക്ക് കറക്റ്റ് ചെയ്യുന്നോടെ അവിടെ അത് ഞാൻ കറക്റ്റ് ചെയ്യും. എന്റെ വാക്കുകൾ അവനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ ഒക്കണം. ആ ഒരു വളർച്ച, കാരണം ഇതെന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. നിത്യജീവിതത്തെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, ഞാൻ ഇന്ന് അനുസരണക്കേട് കാണിച്ച് നാളെ രാവിലെ ഉണർന്നില്ലെങ്കിലോ? എന്റെ ജീവനല്ലേ, എന്റെ നിത്യജീവിതമല്ലേ ചോദ്യം ചെയ്യപ്പെട്ടു. ഇന്ന് ഞാൻ ഒരാളോട്, എന്റെ അധികാരത്തിൽ ഇരിക്കുന്ന എന്റെ ഭർത്താവിനോടാകാം, ഗവൺമെന്റിനോടാകാം, എന്റെ ആത്മീയ അധികാരിയോടാകാം, ഞാൻ എതിർത്തു സംസാരിക്കുവാൻ ഞാൻ ഒരു വലിയ ഇത് ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. അല്ല, വേണ്ട, എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു. വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ല, പ്രവർത്തനം കൊണ്ട് പറഞ്ഞില്ല, ചെയ്തില്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു. അപ്പോഴോ? പക്ഷെ നേരം എടുത്തപ്പോൾ എനിക്ക് ജീവനില്ല. അവിടാണ് എന്റെ നിത്യജീവിതത്തിന്റെ ആ തടസ്സം വന്നത്. പിന്നെ എനിക്ക് റിഗ്രറ്റ് ചെയ്യാൻ സമയമില്ല. റിഗ്രറ്റ് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ പശ്ചാത്തപിക്കുവാനായിട്ടുള്ള, റിപ്പന്റ് ചെയ്യാനായിട്ടുള്ള സമയം ഇന്നാണ്. ഇന്നാണ് സുപ്രസാദകാലം. ഇന്ന് ഞാൻ ചെയ്തു പോയിട്ടുള്ള, അധികാരത്തോട് കാണിച്ചിട്ടുള്ള, മറുതലിച്ചിട്ടുള്ളത് ക്ഷമ ചോദിക്കും. നാളത്തേക്ക് വെക്കരുത്. നാളെ രാവിലെ നമ്മൾ ജീവനോട് എഴുന്നേക്കൂ എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 10:17-18. എന്റെ ജീവനെ പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കും. ആരും അതിനെ എന്നോട് എടുക്കുകയില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ ലഭിച്ചു. യേശു പൂർണ്ണമായിട്ടും ഭൂമിയിൽ ജീവിച്ച 33.5 വർഷവും പിതാവിന്റെ ഹൃദയം അറിഞ്ഞ് ജീവിച്ച
ഒരുവനാണ്. നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് നിർത്താം. ഇപ്പം സമയം കഴിഞ്ഞു. അടുത്ത ആഴ്ച നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. കൊണ്ട് തീരുകയാണ്. 5 മിനിറ്റ് എടുത്താൽ പോലും അടുത്ത ആഴ്ചത്തേക്ക്. ഇപ്പോൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മ ആ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ എന്റെ കേൾവിക്കാരനെ കർത്താവേ, നിന്റെ മഹത്വത്താല് ആ അനുസരണത്തിലേക്ക് ഏവരെ കൊടുക്കണമേ എന്ന് നിന്നോടുള്ള പൂർണ്ണ വചനത്തോടുള്ള അവരുടെ മനോഭാവം മാറട്ടെ. ഇത് നിത്യജീവന്റെ മാർഗമാണെന്നുള്ളത് മനസ്സിലാവും. ഈ ഭൂമിയിൽ ചില നന്മകൾ പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല നിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് നിന്നെ അറിയുവാനായിട്ട്, ആ നിത്യജീവിതത്തിലേക്ക് കടക്കാനായിട്ട്, ഈ വചനത്തെ അനുസരിക്കുവാനായിട്ടുള്ള പൂർണ്ണമായിട്ട് അനുസരിച്ചു ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ. ആമേൻ.